വെള്ളാപ്പള്ളി നടേശ, മലപ്പുറത്ത് ശ്വാസം മുട്ടുന്നല്ലേ? ഈഴവർക്ക് വല്ലാതെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ ജീവവായു പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നല്ലേ? സാദിഖലി തങ്ങളുടെ ഒരു പ്രസംഗം ഇങ്ങനെ പ്രചരിക്കുക ഈ നാട്ടിൽ. ഭട്ടതിരിപ്പാടിൻ്റെ, എഴുത്തച്ഛൻ്റെ, വള്ളത്തോളിൻ്റെ ക്ഷേത്രങ്ങളുടെ നവോത്ഥാനങ്ങളുടെ കഥ പറയുന്ന മലപ്പുറം. ആദ്യമായല്ല തങ്ങൾ കുടുംബത്തു നിന്ന് മലപ്പുറത്തിന്, കേരളത്തിന് ഇത്തരത്തിലുള്ള മതസാഹോദര്യത്തിൻ്റെ വാർത്തകൾ കിട്ടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1948 മാർച്ച് മാസം 10 മദ്രാസിലെ രാജാജി ഹാളിൽ ലീഗ് പിറന്നത് മുതൽ ഇന്ന് ഈ പ്രഭാതം വരെ ഒരു മതസാഹോദര്യം തകർക്കുന്ന വാക്കുപോലും ലീഗിൽ നിന്ന് വന്നിട്ടില്ല. വോക്സ് ഒരു ലീഗ് അനുഭാവ ചാനലല്ല. ഒരു കാരണവശാലും ലീഗിനെ അന്ധമായി സപ്പോർട്ട് ചെയ്യാൻ വോക്സ് ഇല്ല. അവിടെ നിന്നും പ്രശ്നങ്ങളുണ്ടായാൽ, ഈ നാട്ടിന് ചേരാത്ത പ്രവർത്തനങ്ങളുണ്ടായാൽ അതെടുത്തു കാണിക്കാൻ വോക്സ് ടീം എന്നും പ്രതിജ്ഞാബദ്ധമായ പോലെ ലീഗിൻ്റെ കാര്യത്തിൽ നിൽക്കും. പക്ഷെ നടേശ, ഞങ്ങൾ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. മുസ്ലിം ലീഗ് ഈ നാട്ടിലെ മതേതരത്തിനെ കീറിമുറിക്കുന്ന ഒരു പോസ്റ്റോ ഒരു പരാമർശമോ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്ക്. ഒരു ഡിസംബർ മാസം മലപ്പുറത്ത് ഹർത്താലാണ്. അത് ഒരു വൃശ്ചിക മാസം കൂടിയായിരുന്നു, മണ്ഡലകാലം കൂടിയായിരുന്നു. പാണക്കാട് തങ്ങന്മാരുടെ കുടുംബത്തു നിന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ആ ഒരു പ്രസ്താവന വന്നു. വളരെ പെട്ടെന്നാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. നമ്മുടെ അയ്യപ്പ സഹോദരന്മാർ മലപ്പുറത്തിൻ്റെ തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സാഹചര്യം വരും. ഈ വാർത്ത നിങ്ങൾ പ്രചരിപ്പിക്കുക. കൊടപ്പനക്കുന്നിൻ്റെ അങ്കണം അവർക്കായി തുറന്നിട്ടിരിക്കുന്നു. വന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച് ഹർത്താലിൻ്റെ സമയം കഴിയും വരെ കൊടപ്പനക്കുന്ന് തറവാട്ടിൽ കൂടുക. ബാബരി തകർക്കപ്പെട്ടപ്പോൾ 1000 പള്ളികൾ തകർന്നാലും ഒരു ക്ഷേത്രം പോലും തകരരുത് എന്ന് പറഞ്ഞു. ഈ അയോധ്യയുടെ വിധി വന്ന് മതേതരത്തിൻ്റെ മണ്ണിൽ, മതേതരത്തിൻ്റെ നാട്ടിൽ ഭരണഘടനയുടെ വലിയ തകർച്ച കണ്ടപ്പോൾ വീണ്ടും തങ്ങൾ കുടുംബത്തിൽ നിന്ന് പറഞ്ഞു, ഈ നാടിൻ്റെ അന്തസ്സാണ് രാമക്ഷേത്രം. ഒരു കാരണവശാലും രാമക്ഷേത്രത്തിനെതിരെ ഒരു പ്രവർത്തനമോ ഒരു പ്രസ്താവനയോ ഉണ്ടാവരുതെന്ന് സമദാനി സാഹിബ് പറഞ്ഞത് നിങ്ങൾക്കറിയില്ലേ? എന്താ പറഞ്ഞത്? മതപരമായ ന്യൂനപക്ഷമായ സമുദായങ്ങളുടെ ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് ഒരാവശ്യമാണ്, അത് അധികപ്പറ്റല്ല. അതിനു വേണ്ടിയാണ് ലീഗ് നിലകൊള്ളുന്നത് എന്ന്. ഇൻക്ലൂസീവ് പൊളിറ്റിക്കൽ കൾച്ചർ ഈ നാട്ടിൽ രൂപപ്പെട്ട അന്നു മുതൽ ഇന്ന് വരെ കൃത്യമായി ചേർത്ത് നിർത്തലിൻ്റെ, അരികുവൽക്കരിക്കപ്പെടുന്നവൻ്റെ, അവനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നതിൻ്റെ ഒക്കെ രാഷ്ട്രീയം പറയുന്ന പച്ചക്കൊടിയുടെ കീഴിൽ മലപ്പുറം എന്ന നാട്ടിൽ ഹൈന്ദവനെയും ക്രൈസ്തവനെയും മുസ്ലിമിനെയും ചേർത്ത് നിർത്തുന്ന ഒരു വലിയ സംസ്ഥാനം. അത് അങ്ങനെ ഒരു രാജ്യമാണെങ്കിൽ അതിന് മലപ്പുറംകാർക്ക് കുഴപ്പമില്ലെന്നേ. നടേശൻ അങ്ങ് നാട്ടിൽ പോയി പറഞ്ഞാൽ മതി ആ കാര്യം. മറ്റൊരു കാര്യം നിങ്ങൾക്കറിയോ? ഒരു ക്ഷേത്രമുണ്ട്, ഒലിപ്പുഴ തൃപ്പാക്കട ക്ഷേത്രം. ആ നാട്ടിൽ ആറാട്ടുത്സവത്തിന് ആറാട്ടെഴുന്നള്ളിപ്പ്, ആറാട്ട് സദ്യ ഒക്കെ നടക്കാറുണ്ട്. ആ തൃപ്പാക്കട ക്ഷേത്രത്തിൽ ആറാട്ടു സദ്യ ഇല്ലഹേ. അവിടെ നടക്കുന്നത് എല്ലാ വർഷവും നൊയമ്പ് കാലത്ത് ഇഫ്താറാണ്. ആറാട്ടു സദ്യയുടെ പേര് മാറ്റി ഇഫ്താർ എന്നിട്ട് ആ നാട് തൃപ്പാക്കട ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ വർണ്ണഭേദമന്യേ, ജാതി ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിക്കുകയാണ്. ഈ രാജ്യത്തിന് ഒരു മാതൃകയാണ് മലപ്പുറം. ഈ രാജ്യം കണ്ടു പഠിക്കേണ്ടതാണ് മലപ്പുറം. പിന്നെ നിങ്ങൾ പറഞ്ഞു വിദ്യാഭ്യാസ ഉന്നതിയില്ല മലപ്പുറത്തുനിന്ന്. 1967 ലീഗിൻ്റെ ഒരൊറ്റ പരിശ്രമത്തിൻ്റെ ഫലമാണ് മലബാറിലെ ആദ്യ വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റി മലപ്പുറത്ത് വന്നത്. ഇന്നും മലപ്പുറത്തെ ഹിന്ദു, ക്രൈസ്തവ, മുസ്ലിം കുഞ്ഞുങ്ങൾ അച്ചടക്കത്തോടെ നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതിൻ്റെ വലിയ മാതൃകയായി വീണ്ടും മലപ്പുറം മാറുമ്പോൾ മലപ്പുറത്തിൻ്റെ നാട്ടിൽ വന്ന് നിങ്ങളുടെ വൃത്തികെട്ട നാവ് കൊണ്ട് ഇവിടെ ജീവവായു കിട്ടുന്നില്ല, ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ
ഒറ്റ കാര്യമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വിട്ടോ ആലപ്പുഴയ്ക്ക്, വിട്ടോ നിങ്ങളുടെ നാട്ടിലേക്ക്. അവിടെ ചെന്ന് നിങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞോ. അത് നിങ്ങളുടെ വർഗീയത കേൾക്കുന്ന ആളുകളെ മാത്രം, അല്ലാതെ ആ നാട്ടിലെയും ഹൈന്ദവർ നിങ്ങളുടെ കൂടെ നിൽക്കില്ല. ഇനി ഒരു കാര്യം കൂടെ നടേശനോട് പറയട്ടെ. നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ SNDPയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ? 2019 ശേഷം എത്ര പേർ SNDPയിൽ നിന്ന് ഇറങ്ങിപ്പോയി നിങ്ങളുടെ വർഗീയ പ്രസ്താവനയ്ക്ക് പിന്നിൽ? എന്നിട്ട് ഇതുവരെ നിങ്ങൾക്ക് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചിട്ടില്ല. ആ തെരഞ്ഞെടുപ്പ് നിങ്ങളിങ്ങനെ ഏകാധിപതിയായി നിന്ന് മാറ്റി നിർത്തിയിട്ട് നിങ്ങളിങ്ങനെ 30 വർഷത്തിൻ്റെ ആഘോഷം തെണ്ണിക്കാൻ വരുമ്പോൾ, അതിന് മുഖ്യമന്ത്രി നിങ്ങളുടെ കൂടെ നിർത്തുമ്പോൾ ഈ നാടിതൊന്നും കാണില്ല എന്നാണോ നിങ്ങൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്?